മാനം കളയാതെ മാണി ഗ്രൂപ്പ്, അടിത്തറ ഇളകി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കോട്ടയം ജില്ലയെ പറ്റി ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു: മാണി ഗ്രൂപ്പിന്റെ തോളിൽ കയറി 2020 പോലെ കോട്ടയം ജില്ല ഈസിയായി അങ്ങ് പിടിച്ചെടുക്കാമെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കണക്കൂട്ടലുകളാണ് അപ്പാടെ തെറ്റിയത്. മാണി ഗ്രൂപ്പിന് ആകെയുള്ള കച്ചവടത്തിൽ കക്ഷത്തിൽ ഇരുന്നതൊന്നും കാര്യമായി പോയിട്ടില്ല. ഉത്തരത്തിലുള്ളത് എടുക്കാൻ സാധിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കക്ഷത്തിലിരുന്നത് നഷ്ടപ്പെടുകയും ഉത്തരത്തിലിരുന്നത് എടുക്കാനും സാധിച്ചില്ല. അതല്ലേ സത്യം? ഇത് മറ്റാരെയും കുറ്റം പറയുകയല്ല, വാസവൻ വരുത്തിവെച്ച വിനയാണ് കോട്ടയത്ത്. 2020 തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിന്റെ സഹായത്തോടെ കോട്ടയം ജില്ലയിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും പിടിച്ചുവെങ്കിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ മാണി ഗ്രൂപ്പിന് അനുവദിച്ച 5 സീറ്റിൽ 2 സീറ്റ് തോറ്റതിൽ വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. എന്താ ആക്ഷേപം? ആക്ഷേപം എന്താ? CPM-ന്റെ ബോധപൂർവമായ നീക്കമാണ് തോൽവിക്ക് കാരണമെന്നാണ് അന്ന് ആക്ഷേപം പറഞ്ഞത്. അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത്. ഘടകകക്ഷി നേതാവ് എന്ന നിലയിൽ ജോസ് കെ മാണി വിജയിച്ചു വന്നിരുന്നുവെങ്കിൽ കോട്ടയം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാകുമായിരുന്നു. അങ്ങനെ വന്നാൽ തനിക്ക് മന്ത്രിയാകാൻ സാധിക്കില്ലെന്ന കണക്കൂട്ടലിലാണ് വാസവനും കൂട്ടരും ജോസിനെ ചതിച്ചത്. അതാണ് അന്ന് ഉയർന്ന ആക്ഷേപം. കടുത്തുരുത്തിയിൽ പറ്റിയത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പറ്റിയ അബദ്ധമാണെന്ന് വിചാരിക്കാം, അങ്ങനെ വേണേ പറയാം. നാട്ടിലെ ഏറ്റവും വെറുക്കപ്പെട്ടവനെ തന്നെ മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നപ്പോൾ ജനത്തിനും വേറെ വഴിയില്ലാതെ പോയി. തമ്മിൽ ഭേദം മോൻസ് ആണെന്ന് കടുത്തുരുത്തിക്കാർ അങ്ങ് തീരുമാനിച്ചു. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമൊന്നും സംഭവിച്ചില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാൽ ചുവട്ടിലെ മണ്ണാണ് ഒഴുകിപ്പോയത്. കമ്മ്യൂണിസത്തിന്റെ ചേരുവയായി മഹാനായ മന്നത്ത് പത്മനാഭൻ പറഞ്ഞത്, ജനിച്ച ചോവൻ, നശിച്ച നായർ, പിഴച്ച ക്രിസ്ത്യാനി എന്നാണ്. അതിൽ പിഴച്ച ക്രിസ്ത്യാനിയും നശിച്ച നായരും ഇപ്പോഴും കൂടെയുണ്ട്. പ്രധാന ചേരുവ പാർട്ടിയിൽ നിന്ന് ഒഴുകിപ്പോയെന്നാണ് കേരളത്തിലെ മൊത്തം ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും മാണി ഗ്രൂപ്പിന് ഇനി വേറെ വഴിയൊന്നുമില്ല. മാണി ഗ്രൂപ്പിനെ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ചില സീറ്റുകൾ കൂടി നേടാമായിരുന്നുവെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. യുവജന സംഘടനകളുടെ നേതാക്കന്മാരുടെ ചുമതലയിലാണ് ജില്ലാ പഞ്ചായത്തിലെ 2 ഡിവിഷനിലെയും മത്സരം നടന്നത്. ഇവിടെ രണ്ടിടത്തും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കി മാറ്റുവാൻ ശ്രമിച്ചു എന്ന വലിയ ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കുവാനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കുവാനുമുള്ള നീക്കമായിരുന്നു ഇവർ നടത്തിയിരുന്നത്. ആദ്യത്തേത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ നിന്നാണ്. മാണി ഗ്രൂപ്പിന്റെ വത്തിക്കാൻ എന്നറിയപ്പെടുന്ന കടുത്തുരുത്തിയിൽ ജില്ലാ പഞ്ചായത്ത് വാർഡ് വനിതാ സംവരണമായിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് കിട്ടിയില്ലെങ്കിൽ തന്റെ മാനസപുത്രന് കിട്ടണമെന്ന കാഴ്ചപ്പാടോടുകൂടി താക്കോൽ സ്ഥാനീയൻ തന്റെ മാനസപുത്രനായ വിദ്യാർത്ഥി യൂണിയൻ നേതാവിനെ ചുമതല നൽകി കളത്തിലിറക്കി. പയ്യൻ ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പിന് നിൽക്കുവാനുള്ളതാണല്ലോ എന്ന് കരുതി ശരിക്കും അങ്ങ് അർമാദിച്ചു. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. റീൽസോട് റീൽസ് ആയിരുന്നു. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ റീൽസേ ഉള്ളായിരുന്നു. പക്ഷെ മുഴുവൻ റീൽസിലും സ്ഥാനാർത്ഥിയെ കാണാനില്ലായിരുന്നു. എല്ലാം സംഘാടകന്റെ മുഖം മാത്രം. എന്റെ തല എന്റെ ഫ്ലെക്സ് എന്ന് പണ്ട് ശ്രീനിവാസൻ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, ആ ഒരവസ്ഥ. പാവൻ രാഷ്ട്രീയമൊന്നും കാര്യമായി അറിയാൻ പാടില്ലാത്ത ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി പിടിപ്പുകേട് കൊണ്ട് തോൽപ്പിച്ച കയ്യിൽ കൊടുത്തു. രണ്ടാമത് എറണാകുളം ജില്ലയിലെ പോത്താനിക്കാട് ഡിവിഷനാണ്. ആ ഡിവിഷനിലെ ഒരു പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റായിരുന്ന സന്തോഷിനെയായിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നത്. എന്നാൽ യുവജന നേതാവിനെ നിർത്തി സീറ്റ് പിടിക്കണമെന്ന ഉറച്ച തീരുമാനത്തിൽ നിന്നും പാർട്ടി നേതൃത്വം മാറിയില്ല, അണുകിട മാറിയില്ല. യുവജന നേതാവിനെ നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ സംഭവിച്ചത് എന്താ? ജില്ലാ പഞ്ചായത്തിൽ താൻ ഒതുക്കപ്പെട്ടു പോകുമോ എന്ന് ഭയത്താൽ താൻ നിൽക്കില്ലെന്നും ഞാനൊരു സ്ഥാനാർത്ഥിയെ നൽകാമെന്നും പറഞ്ഞ് ഒരു ബലിയാടിനെ സംഘടിപ്പിച്ചു കൊടുത്തു. അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലത്ത് നിന്നും ജനവിധി നേടണമെന്ന ആഗ്രഹത്തോടെയാണ് ഈ മാന്യദേഹം അതിനുള്ള കരുക്കൾ നീക്കിയത്. ഇപ്പോഴത്തെ MLA ആന്റണി ജോൺ 2 ടൈം കഴിഞ്ഞതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ആലോചിച്ച് പെരുമ്പാവൂർ സീറ്റ് വെച്ചുമാറാമെന്നാണ് ഈ വിദ്വാൻമാരെല്ലാം കണക്ക് കൂട്ടിയിരുന്നത്. ആന്റണി ജോണിനോട് ഒന്നുകൂടി മത്സരിച്ചുകൊള്ളാൻ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഇവന്മാരുടെ ചെവിയിൽ മാത്രം എത്തിയില്ല. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കളിയിൽ എതിർ സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ളവരെ കൂടെ പിടിക്കണമല്ലോ. അതിന്റെ ഭാഗമായി മുൻ MLA-യുമായി ചേർന്ന് അയാളുടെ നോമിനിയെ പോത്താനിക്കാട് ജയിപ്പിക്കാൻ വേണ്ട എല്ലാ ഒത്താശയും ഇയാൾ ചെയ്തു കൊടുത്തു.
മാത്രമല്ല ചില സാമ്പത്തിക ആരോപണങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേരിൽ ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും അതിലൊന്നും എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല. ഏതായാലും ആകെ മൊത്തം കണക്ക് കൂട്ടിയാൽ ജോസിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സെമിനാരിയിൽ നിന്നും പറഞ്ഞു വിട്ട മത്തായി പറഞ്ഞതാണ് ഇവിടെയും പറയാനുള്ളൂ. മത്തായിക്ക് ഒരു മായും നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ സഭയ്ക്ക് നല്ലൊരു വൈദികനെ നഷ്ടപ്പെട്ടത് മാത്രം മിച്ചം.